വിശ്വാസികളുടെ മനസ്സുകളിൽ മായാത്ത നോവായി നിൽക്കുന്ന 3 സലേഷൻ മിഷണറിമാരുടെ രക്തസാക്ഷിത്വത്തിന് 25 വയസ്സ് തികയുന്നു. മണിപ്പൂരിലെ ngerian സലേഷൻ നോഷിറ്റ് ഹൗസിൽ 2001 മെയ് 15-ന് 2 വൈദികരും ഒരു ബ്രദറുമായിരുന്നു തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ചത്. ആ ദാരുണ രംഗത്തിന് സാക്ഷ്യം വഹിച്ച 10 പേർ ഇപ്പോൾ വൈദികരാണ്. അവരിൽ ഒരാളാണ് ഫാദർ ജോസ് കുട്ടി തോമസ് മടത്തിപ്പറമ്പിൽ SDB. നിരവധി ഇന്ത്യൻ ഭാഷകളിൽ ബൈബിൾ ലഭ്യമാക്കുന്ന ബൈബിൾ ഓൺ മൊബൈൽ ആപ്പിന്റെ സ്ഥാപകനും ഇറ്റാനഗർ ഡോൺ ബോസ്കോ കോളേജിലെ അധ്യാപകനുമാണ് ഈ വൈദികൻ. 2001 മെയ് 15 രാത്രി വളരെ ഭയാനകമായ ഒരു ദിവസമായിരുന്നു ഞങ്ങൾക്ക് ഓരോരുത്തർക്കും. 20 വയസ്സിൽ താഴെയുള്ള 26 പേരാണ് അന്നവിടെ ഉണ്ടായിരുന്നത്. ഒരാൾക്ക് മാത്രമാണ് 24 വയസ്സ് ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അത് വളരെ ഭയാനകമായ ഒരു രാത്രിയായിരുന്നു. ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈശോ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് ഒത്തിരി ഈശോയുടെ ആ സ്നേഹവും സ്പർശനവും ഈശോ ഞങ്ങളുടെ അരികിൽ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്കൊത്തിരി അനുഭവപ്പെട്ട ഒരു ദിവസമായിരുന്നു ആ രാത്രി. ഞാനും ജീസസ് യൂത്തിൻ്റെ ഫുൾ ടൈമറായി വന്ന ഫാദർ ഷൈജനും അന്ന് നോവിസ് ഷൈജൻ ഞങ്ങൾ ഒന്നിച്ച് ഒരു 2 കട്ടിലിൻ്റെ നടുക്ക് നിലത്തിരുന്നു കൊണ്ട് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. എന്നേക്കാളും മൂത്ത ബ്രദർ ഷൈജൻ അദ്ദേഹം എന്നെ പ്രിപ്പയർ ചെയ്യുകയായിരുന്നു മരണത്തിന് വേണ്ടി. അദ്ദേഹം മാതാപിതാക്കളെ ഓർത്ത് അവർക്ക് നന്ദി പറയാം, കാരണം ഇനി ഞങ്ങളുടെ മുമ്പിൽ ഒന്നുമില്ല, ഞങ്ങളിനി ആരെയും കാണത്തില്ല എന്നുള്ളൊരു പ്രതീതിയിലായിരുന്നു. അദ്ദേഹം ഓരോരുത്തരുടെ പേര് പറയും, എന്നിട്ട് ഞങ്ങൾ അവരെ ഓർക്കും, അവരെ ഓർത്ത് നന്ദി പറയും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നിട്ട് ഞങ്ങൾ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ കുറച്ച് ദൂരെ ആയിട്ട് ഞങ്ങളുടെ കിച്ചണിൽ ജോലി ചെയ്യുന്ന ചേച്ചിമാരുണ്ടായിരുന്നു. അവർ ഇടയ്ക്കിടയ്ക്ക് കരയും, ഒച്ചയുണ്ടാക്കും, കരയും. എന്നിട്ട് പറയും, നിങ്ങളെ അവർ കൊല്ലും ബ്രദേഴ്സ്, അച്ഛന്മാർ എന്ത് നല്ല അച്ഛന്മാരായിരുന്നു, അവർ കൊന്നു കളഞ്ഞല്ലോ, അങ്ങനെയൊക്കെ അവരിരുന്ന് കരയും. അപ്പം ഞങ്ങൾ വീണ്ടും തിരിഞ്ഞ് അവരോട് പറയും, നിങ്ങൾ കരയരുത്, കരഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കും, ഒച്ച കേട്ടിങ്ങ് വരും, അവർ ചിലപ്പോൾ നിങ്ങളെയും കൊല്ലും, എന്നാലും ഞങ്ങളെ കൊല്ലും, അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളെയും കൊല്ലും, അതുകൊണ്ട് നിങ്ങൾ ഒച്ച ഉണ്ടാക്കരുത്, കരയരുത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളവരെ സമാധാനിപ്പിക്കും. വീണ്ടും ഞങ്ങൾ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുമായിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് വലിയൊരു അനുഭവമാണ്. അവിടെ ഉണ്ടായിരുന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു അത്. കാരണം ഈ 2 വൈദികരും ഒരു ബ്രദറും ഞങ്ങളുടെ സുപ്പീരിയേഴ്സ്, അവർ ഞങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവൻ കൊടുത്തു. ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി അവർ ഒരു യഥാർത്ഥ ആട്ടിടയന്മാരായി. അതിൽ ഇന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷവും അഭിമാനമുണ്ട്. ലോകത്തിൻ്റെ മുമ്പിൽ സ്നേഹം എന്താണെന്നും ഈശോയുടെ ആ സ്നേഹം, ഈശോ പറഞ്ഞ വാക്കുകൾ യാഥാർത്ഥ്യമാക്കുമായിരുന്നു അവർ. ജോൺ 15:13 ഈശോ പറയുന്നത് അവരുടെ ജീവിതത്തിൽ അവർ യാഥാർത്ഥ്യമാക്കുകയായിരുന്നു. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല. പിറ്റേ ദിവസം രാവിലെ ഇംഫാലിൽ ഉള്ള പലരും ഒരു വിചിത്രമായ കാര്യം കണ്ടു. ഇംഫാൽ താഴ്വരയുടെ ആകാശത്തിൽ സൂര്യന് ചുറ്റും 3 ഗോളങ്ങൾ ഉണ്ടായിരുന്നു. 3 മഴവില്ല് പോലെയുള്ള 3 ഗോളങ്ങൾ, 3 ചക്രങ്ങളുണ്ടായിരുന്നു. പലരും അതിനെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. പ്രത്യേകിച്ച് അവിടെ ഉണ്ടായിരുന്ന ചില ഹിന്ദു പൂജാരിമാരൊക്കെ അത് കണ്ടിട്ട് അവർ എന്തോ പ്രത്യേകമായിട്ട് ഇവിടെ നടന്നു, എന്തോ സ്പെഷ്യലായിട്ട് സംഭവിക്കുന്നു എന്നൊക്കെ അവർ സാക്ഷ്യപ്പെടുത്തിയായിരുന്നു ആ സമയത്ത്. 25 വർഷം കഴിഞ്ഞ് വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തെ ഒത്തിരി സ്പർശിച്ച ഒരു സംഭവമാണ് ഇത്. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ മാറ്റിമറിച്ചു. ഞങ്ങളുടെ കൂട്ടുകാരിൽ കുറച്ച് പേരൊക്കെ പ്രത്യേകിച്ച് മണിപ്പൂരിൽ നിന്നോ നാഗാലാൻഡിൽ നിന്നുള്ള കുറച്ച് പേരൊക്കെ അവിടുത്തെ അണ്ടർഗ്രൗണ്ട്സിനെയും അല്ലെങ്കിൽ ഇതുപോലെയുള്ള മിലിറ്റന്റ് ഗ്രൂപ്പ്സിനെയൊക്കെ കണ്ട് വളർന്നവരുണ്ട്. എങ്കിലും അവരുടെ മുമ്പിൽ ഇതുപോലെ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയ്ക്ക് അവരോട് സ്നേഹമായിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവരോട് അടുത്തിടപഴകുന്ന ആൾക്കാർ അവരുടെ കൺമുമ്പിൽ അതുപോലെ മരിച്ചു വീഴുന്നത് അവരങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പുറത്തുള്ളവർ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള മലയാളികളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതൊരു വലിയൊരു
പുതിയ അനുഭവമായിരുന്നു. ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തെ മാറ്റിമറിച്ച, ഞങ്ങളുടെ ജീവിതത്തെ വളരെ അഫക്റ്റ് ചെയ്ത ഒരു സംഭവമായിരുന്നു അത്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം 25 വർഷം ഞങ്ങൾക്ക് ഒരു ബോണസായിട്ട് നൽകിയല്ലോ. ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാനും, ദൈവത്തിൻ്റെ ഒരു കുഞ്ഞായി ജീവിക്കുവാനും, ദൈവത്തിന് വേണ്ടി ധാരാളം ആത്മാക്കളെ നേടുവാനും ഉള്ള അവസരമാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. നോവിസ് മാസ്റ്റർ ഫാദർ റാഫേൽ പാലിയേക്കര, ജാർഖണ്ഡിൽ നിന്നുള്ള അസിസ്റ്റന്റ് നോവിസ് മാസ്റ്റർ ഫാദർ അന്ത്രയോസ് കിൻഡോ, അസിസ്റ്റന്റ് റീജൻസിക്കാരനായ ബ്രദർ ഷിനു ജോസഫ് എന്നിവരാണ് അന്ന് വെടിയേറ്റ് മരിച്ചത്. ഫാദർ റാഫേൽ തൃശൂർ അതിരൂപതയിലെ ചിയാരം ഇടവകാംഗവും ബ്രദർ ഷിനു കോഴിക്കോട് ചക്കിട്ടപ്പാറ സ്വദേശിയുമാണ്. Father Raphael, Father Andreas and Brother Shinu remain a light for all who seek to live with faith and selfless love. Their witness calls us to stand firm in truth, compassion and service. Their sacrifice was not a moment of defeat, but a victory of love over fear. In giving their lives, they revealed the heart of the Good Shepherd. We belong to the novitiate batch of 1996-97. We began our journey from Ruahome as students of class 11 and 12, at that time known as pre-university, and as pre-novices. We entered the novitiate in the year 1996 and professed on May 24th, 1997. We were good friends, and he was certainly a very bright student and intelligent student, and he was loved by all. He was very friendly to everyone, and even in the oratory in the Angtha villages, he was liked by many people, especially the children. I'm sure he is in heaven enjoying the beatific vision and praying for all of us. ഈ സംഭവം രാജ്യത്ത് വലിയ വാർത്തയായി മാറി. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നു. ദിവസങ്ങൾക്ക് ശേഷം ആ 3 തീവ്രവാദികളെയും വെടിയേറ്റ് മരിച്ച നിലയിൽ പോലീസ് കണ്ടെത്തി. തങ്ങൾ പിടിക്കപ്പെടാതിരിക്കാൻ സംഘാംഗങ്ങൾ അവരെ വധിക്കുകയായിരുന്നു എന്നാണ് വിവരം. ദൈവം തന്റെ പൂന്തോട്ടത്തിൽ നിന്ന് ഏറ്റവും നല്ല 3 പൂക്കൾ സ്വർഗത്തിനു വേണ്ടി പറിച്ചെടുക്കുകയായിരുന്നു എന്ന് സലേഷൻ മിഷണറിയായ ഫാദർ ജോൺ മെഡ് അന്ന് പറഞ്ഞ വാക്കുകൾ ഫാദർ ജോസ് കുട്ടിയുടെ മനസ്സിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. ഈ 3 രക്തസാക്ഷികളുടെ മാധ്യസ്ഥ തേടി പ്രാർത്ഥിച്ച നിരവധി പേർക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് ഫാദർ ജോസ് കുട്ടി പറയുന്നു.